കുഴപ്പമില്ല. സൂപ്പർ പടം. അടിപൊളി. സൂപ്പറായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി സൂപ്പറായിരുന്നു. കുഴപ്പമില്ല. നന്നായിട്ടുണ്ടായിരുന്നു പടം. ഒന്നും പറയാനില്ല. മമ്മൂട്ടി അടിപൊളി പടം. തകർത്തു. നന്നായി. നല്ല പടം. കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. ആവറേജ്. നല്ല പടം. നന്നായിട്ട്. അടിപൊളി. കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ പ്രാന്തിൽ നിന്നിട്ടില്ല. അടിപൊളിയായിട്ട് മമ്മൂക്ക പറയണ്ടല്ലോ. നല്ല മൂവിയാണ്. സൂപ്പറായി. നല്ലായിരുന്നു. കുഴപ്പമില്ല. നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആദ്യമായിട്ട് കാണാം. പിന്നെ തീർച്ചയായിട്ടും അനുഭവിക്കുക. നല്ല ഉഗ്രം പടം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. നല്ല രസമുണ്ട് പടം. ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സൂപ്പറായിരുന്നു. വളരെ സൂപ്പർ. ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത നല്ല ക്ലൈമാക്സ് ആയി പോയി. സൂപ്പർ. എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ അട്രാക്ഷൻ അത് തന്നെയാണ്. അതാണ് അട്രാക്ഷൻ. പ്രത്യേകിച്ച് മമ്മൂക്കായും സൂപ്പർ ആക്ഷൻസ്. എല്ലാവരും ആരും മാറ്റി നിർത്താൻ പറ്റില്ല. എവരിബഡി വാസ് സൂപ്പർ. എല്ലാവരും കാണുക. സൂപ്പർ. സിനിമ ഒരു ഓവറോൾ മമ്മൂട്ടിയുടെ അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി ജനിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെറിയ പേശികൾ കൊണ്ട് വരെ അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം അർജുൻ അശോകൻ വളരെ ശക്തമായിട്ടുള്ള മമ്മൂട്ടിയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള അഭിനയമായിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിലെ സംഭാഷണങ്ങളാണ്. എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണനാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയിലെ ഓരോ ഡയലോഗും കൃത്യമായിട്ട് എടുത്തു പറയത്തക്കുള്ള തരത്തിലുള്ള സംഭാഷണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലൊരു എഴുത്തുകാരൻ്റെ ബിരുദ് കൂടെ തീർച്ചയായും കണ്ടിരിക്കുന്നവർക്ക് ആ വരികൾ ഓർത്ത് വയ്ക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ സംഭാഷണം കൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്.